ഡേവിഡ് ലീച്ചിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ദി ഫോൾ ഗൈ. നമ്മുടെ റയാൻ ഗോസ്ലിങ്ങും എമിലി ബ്ലണ്ടും ഒക്കെ അതിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. ഒരു ആക്ഷൻ കോമഡി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ ഈ സിനിമയിൽ പറയാം. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമയാണിത്. സോ ഒരു സ്റ്റണ്ട് ഡയറക്ടർ അല്ലെങ്കിൽ സ്റ്റണ്ട് മാസ്റ്ററും ഒരു ഡയറക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സിനിമ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് അതിനുള്ളിൽ തന്നെയുള്ള സിനിമയ്ക്കകത്തെ പൊളിറ്റിക്സും അവരുടെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സുകളൊക്കെ ഒരു സെറ്റേറിക്കലായിട്ട് ചർച്ച ചെയ്തു പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് ഇതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളൊന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള 2-3 സെറ്റ് പീസസ് മാത്രമേ ഉള്ളൂ. സോ ഒരു ഫുൾ ഓൺ ആക്ഷൻ പടമാണെന്ന് വിചാരിച്ച് പോയാൽ നിരാശയായിരിക്കും. ഇത് അങ്ങനെ വിചാരിച്ചിട്ടല്ല ഞാൻ പോയത്. കാരണം ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അറിയാം ഇത് ഏത് രീതിയിലുള്ളൊരു മൂവിയാണെന്നുള്ളത്. സോ ഒരു ആക്ഷൻ കോമഡി എന്ന രീതിക്ക് നോക്കുമ്പോൾ ഒരു ഓക്കേഷ് വാച്ച് തന്നെയാണ്. പക്ഷേ ഒരു വേറെ ലെവൽ ഐറ്റം അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഡേവിഡ് ലീച്ചിൻ്റെ മറ്റ് സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഒന്നാമത് എനിക്ക് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും അത് തന്നെ സിനിമയെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൽ കുറച്ചും കൂടി ആക്ഷൻ സീക്വൻസുകൾ വേണമായിരുന്നു. അതിനുള്ള ഈ ആക്ഷൻ ഉള്ളത് തന്നെ വെറുതെ കുത്തിക്കയറ്റി വെച്ചതുപോലെ എനിക്ക് പല സമയത്തും തോന്നി. ഈ തുടക്കത്തിലും അവസാനത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളല്ലാതെ ഇടയിൽ വരുന്ന ആക്ഷൻ സീക്വൻസുകളൊക്കെ വെറുതെ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ എവിടെയെങ്കിലൊക്കെ ആക്ഷൻ കുത്തിക്കയറ്റേണ്ടതെന്ന് വെച്ച് ആർട്ടിഫിഷ്യലായിട്ട് കയറ്റിയ പോലെ നമുക്ക് പല സമയത്തും ഫീൽ ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ അത് വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്തതായിട്ടും തോന്നി. പക്ഷേ ഫിനാലയിൽ കാണിക്കുന്നതും തുടക്കത്തിൽ കാണിക്കുന്നതുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസുകളും ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരുള്ള ക്യാരക്ടർ കെമിസ്ട്രി ഒക്കെ ഓക്കെയാണ്. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആക്ഷൻ്റെ പോരായ്മ സിനിമയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അത്ര പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു ജോൺ വിക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സിനിമയ്ക്ക് കയറുന്നത്. ഓൾറെഡി അറിയുന്നത് ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ. ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് ട്രെയിനൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിൽ ഫുൾ ഓൺ ഫുൾ ഒരു ഫൺ റൈഡാണ്, പ്ലസ് ആക്ഷൻ സീക്വൻസുകളും ഉണ്ടാവും. പക്ഷെ അതുപോലെ അല്ല ഫോൾ ഗൈ. ആൻഡ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റു പല സിനിമകളിലും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ഒരു പുതുമയുള്ള കഥയോ പുതുമയുള്ള കഥാ പശ്ചാത്തലമൊന്നും അല്ല സിനിമയ്ക്ക്. ഇത് തുടക്കം മുതൽ അവസാനം വരെ എന്താ നടക്കാൻ പോകുന്ന ഓൾറെഡി നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡിൽ കാണാൻ പറ്റുന്ന ഒരു ഫൺ ഫീൽഡ് റൈഡ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് ഞാൻ ഒരിക്കലും ഈ സിനിമയെക്കുറിച്ച് പറയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആക്ഷൻ ഫ്ലിക്ക് എൻ്റർടൈനർ, പ്രത്യേകിച്ച് റയാൻ ഗോസ്ലിംഗ് ഇഷ്ടമാണെങ്കിൽ, എമിലി ബ്ലണ്ടിന് ഇഷ്ടമാണെങ്കിൽ, ഡേവിഡ് ലീച്ചിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ ഒരു ആക്ഷൻ കോമഡി എന്നൊരു ജോണർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഒരു ഫുൾ ഓൺ ഫുൾ പക്ക പീക്ക് ആക്ഷൻ പടമാണ് പ്രതീക്ഷിച്ച് പോകുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കയറരുത്. വേറെ ഒരുപാട് സിനിമകളുണ്ട്. ഈവൻ റീസെൻ്റ് പുറത്തിറങ്ങിയ മങ്കി മാനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു നോക്കാം. അതൊക്കെ പക്ക പ്രോപ്പർ ആക്ഷൻ പടമാണ്. ദിസ് ഈസ് ആൻ ആക്ഷൻ കോമഡി എൻ്റർടൈനർ, ഒരു ഫൺ റൈഡാണ്. സോ ആ രീതിക്ക് അപ്രോച്ച് ചെയ്താൽ കുറച്ചും കൂടി ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.